നമസ്കാരം. ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് ഓണം റിലീസായി തിയേറ്ററുകളിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പുറത്ത്. ട്രെയിൻ യാത്രയ്ക്കിടെ ഒരാൾ ചിത്രം മൊബൈൽ ഫോണിൽ കാണുന്ന ദൃശ്യം സംവിധായകൻ ജിതിൻ ലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഒരു സുഹൃത്താണ് ഇത് എനിക്ക് അയച്ചു തന്നത്. ഹൃദയഭേദകം, വേറെ ഒന്നും പറയാനില്ല. ടെലിഗ്രാം വഴി ARM കാണേണ്ടവർ കാണട്ടെ, അല്ലാതെ എന്ത് പറയാനാ. ലഘു വീഡിയോയ്ക്കൊപ്പം സംവിധായകൻ കുറിച്ചു. 12-ന് സിനിമ റിലീസായി 2 ദിവസത്തിന് ശേഷം കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കവെയാണ് സിനിമ 5ഓളം ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം ആദ്യം അറിഞ്ഞതെന്ന് ജിതിൻ ലാൽ പറഞ്ഞു. ആരോ കരുതി കൂട്ടി ചെയ്തതാണെന്നാണ് തങ്ങളുടെ ആന്റി പൈറസി വിഭാഗം അറിയിച്ചത്. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളുടെ പകർപ്പ് വന്നതായി അറിയിച്ചു. സാധ്യമാവുന്നിടത്തോളം തടയാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് ജനശതാബ്ദി എക്സ്പ്രസിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു സുഹൃത്താണ് ഒരാൾ ഫോണിൽ സിനിമ കാണുന്നതിൻ്റെ ചിത്രം അയച്ചു തന്നത്. തൻ്റെയും ഈ സിനിമയ്ക്ക് പിന്നിലുള്ള മറ്റുള്ളവരുടെയും 8 വർഷത്തെ സ്വപ്നമാണ് ഈ സിനിമയെന്നും ഇപ്പോൾ നടക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ വ്യാജപ്പതിപ്പ് പുറത്തിറങ്ങിയ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നാളെ തന്നെ പോലീസിൽ പരാതി നൽകുമെന്നും നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും വലിയ ക്യാൻവാസിൽ എത്തിയ ചിത്രമാണ് ARM. ടൊവിനോയുടെ കരിയറിലെ 50ാം ചിത്രവുമാണ് ഇത്. അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു എന്നിങ്ങനെ ട്രിപ്പിൾ റോളിലാണ് ടൊവിനോ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. ഓണം റിലീസായി എത്തിയ ചിത്രം സെപ്റ്റംബർ 12-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. അണിയറക്കാരുടെ ഏറെ നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായ ചിത്രം 30 കോടി ബജറ്റിലാണ് തയ്യാറാക്കപ്പെട്ടത്. 3Dയിലും 2Dയിലുമായി പ്രദർശനത്തിനെത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ മികച്ച അഭിപ്രായം നേടിയതോടെ ഓണദിനങ്ങളിൽ ഹൗസ്ഫുൾ ഷോകളാണ് ലഭിച്ചത്. ബോക്സ് ഓഫീസിലും മികച്ച നേട്ടമാണ് ചിത്രം സൃഷ്ടിച്ചത്. അതിനിടെയാണ് വ്യാജ പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും UGM മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്കറിയ തോമസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.